ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇപ്പം ഞാൻ എന്താ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി. അങ്ങനെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഒരു ബ്ലാക്ക് പാവാടയും ഒരു ബ്ലാക്ക് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ടോപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ്. ഞാൻ തന്നെ തച്ച സ്കേർട്ടും ടോപ്പുമാണ്. ഇത് എൻ്റെ ഒരു കല്യാണത്തിന് വേണ്ടി എടുത്തതാണ്. അത് കഴിഞ്ഞത് ഇപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടി ഈ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞാനും അമ്മയും പിന്നെ ദേവയും കൂടി ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ നാട് കുറ്റ്യാണിക്കാടാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് ആരനാടാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ്. അങ്ങനെ ദേവീ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം അവിടെ ഒരു രാത്രി ആയപ്പോഴത്തേക്കും കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. എൻ്റെ കസിനാണ് ഈ കൈകൊട്ടിക്കളി കളിക്കുന്നത്. കസിനും അവിടെ കൂട്ടുകാരും കൂടി ചേർന്നാണ്. കീഴാറൂർ തൃശ്ശിവ നാട്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഈ കൈകൊട്ടിക്കളി ഈ നമ്മുടെ ക്ഷേത്രത്തിൽ കളിക്കുന്നത്. കൈകൊട്ടിക്കളി മാത്രമല്ല, വിവിധ വേഷങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് അവർ ഈ കൈകൊട്ടിക്കളി അവിടെ നടത്തുന്നത്. അത്യാവശ്യം നല്ല തിരക്കാണ്. അവർ നല്ല മനോഹരമായിട്ട് തന്നെ അവർ ആ കൈകൊട്ടിക്കളി, അതിൽ കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെ ഉണ്ട്. എന്തായാലും ഏകദേശം 1 മണിക്കൂർ കൂടുതലുണ്ടായിരുന്നു അവരാ കളിച്ചത്. ആ 1 മണിക്കൂറും അത്രയും നല്ല എനർജി ആയിട്ടാണ് അവർ കളിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പ് ഇതേപോലെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിനകത്ത് എവിടെ വേണമെങ്കിലും അവർ വരും. ഞാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതുവരെ കോൺടാക്റ്റ് ചെയ്യാം. വലിയ പൈസയൊന്നുമില്ല, തുച്ഛമായ ഒരു ഇതിലാണ് അവർ കളിക്കുന്നത്. കൈകൊട്ടിക്കളി കളിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ തെയ്യം എന്ന് പറഞ്ഞൊരു കലാരൂപത്തെയും കൂടി പരിചയപ്പെടുത്തിയാണ് ഈ ഒരു കൈകൊട്ടിക്കളി അവരവിടെ കളിച്ചത്. ആ തെയ്യം കൂടി വന്ന് അവർ കളിക്കണപ്പോഴത്തേക്കും നമുക്ക് ഒരു മടുപ്പും തോന്നാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഇത് 2 ദിവസമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ദേവിയുടെ കല്യാണ ദിവസം, അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ 5ാം ഉത്സവം എന്ന് പറയും. 5ാം ഉത്സവത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അന്നാണ് ദേവിയുടെ കല്യാണം. അത് കഴിഞ്ഞുള്ള ഒരു ക്ഷേത്രത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കളങ്കാവൽ. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കണം. കാരണം നമ്മൾ ഇത്രയും ദിവസം ഉത്സവം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് നിന്ന് മാത്രമേ നമുക്ക് ദേവിയെ തൊഴാൻ പറ്റൂ. പക്ഷേ ഈ 5ാം ദിവസം കളങ്കാവലെന്ന് വെച്ചാൽ ദേവി പുറത്തെഴുന്നള്ളി കളിക്കുന്ന സമയത്ത് നമുക്ക് എത്ര വേണോ തൊഴുത്, അതായത് അടുത്ത് നിന്ന് തൊഴാൻ പറ്റും. അതൊരു പ്രത്യേക തരം ഒരു ഫീലാണ്. 5ാം ഉത്സവത്തെന്ന് പറയുമ്പം തന്നെ കളങ്കാവൽ ഏകദേശം 1-1.5 മണിക്കൂർ എടുക്കുക. അത്രയും സമയം നമുക്ക് ദേവിയെ കണ്ടുകൊണ്ടിരിക്കും. ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയിലാണ്. ഇപ്പം നമ്മളിവിടുത്തെ ഭദ്രകാളി ദേവി ക്ഷേത്രമാണ്. അപ്പോൾ 5ാം ഉത്സവത്തിനാണ് ഈ കല്യാണം നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കളങ്കാവലിന്. സാധാരണ എല്ലാ വർഷത്തെയും പോലെ 5ാം ഉത്സവം ആകുമ്പോഴാണ് നമ്മൾ അത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. കളങ്കാവൽ തീർന്നു കഴിഞ്ഞതിന് ശേഷം നല്ല അതീര വെടിക്കെട്ടും ഉണ്ടായിരുന്നു.